അതെ, 7ാം മാസം പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. ആദ്യത്തെ പ്രസവത്തിന് അങ്ങനെയാ. എന്നുവെച്ചാ അപ്പൊ പോയാ മതിയെന്നാ? എന്നല്ല, ഇപ്പൊ വേണമെങ്കിൽ പൊയ്ക്കോ, നാളെ തന്നെ തിരിച്ചു വരണം. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. പിന്നെ എന്തേലും മിണ്ടാനും പറയാനൊന്നും അവിടെ ആരും ഇല്ലല്ലോ. MLAക്ക് തിരക്ക്, അനിയന് കമ്പനി കാര്യങ്ങള്. അല്ല രജനി, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പറയുന്നതാണോ അതോ അറിയാതെ വന്നു പോകുന്നതാണോ? ഞാൻ പറഞ്ഞാണോ കുറ്റം? ഇപ്പൊ തന്നെ അവള് വരൂന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് എത്ര നേരമായി? അമ്മ സത്യം ചെയ്തല്ലേ പറഞ്ഞ? എന്താ ദേവികയ്ക്ക് പറ്റിയത്? താമസിക്കുമെങ്കില് വിളിച്ചു പറയേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ തന്നെ അമ്മേ കാര്യം. അച്ഛന്റെയും ഗിരിയുടെയും മുഖത്ത് നോക്കാൻ വയ്യ. അമ്മ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ വിളിക്കും. എന്തോ അത്യാവശ്യം മീറ്റിംഗ് ഒക്കെ വന്നു പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും ദേവിക ഒന്ന് വിളിക്കാം. ആ വേണ്ട ഗിരി, അതൊന്നും വേണ്ട. ദേവിക ഇങ്ങോട്ടല്ലേ വിളിക്കണ്ടേ? ഓഫീസ് സെക്രട്ടറിയെ വിളിക്കുന്നേ, പാർട്ടി ഓഫീസിലെ. ഓ, അവനറിയായിരിക്കും. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ പറ സനീഷേ. ഡ്രൈവേഴ്സ് യൂണിയന്റെ വാർഷികോ? ആ 12-ാം തീയതിയല്ലേ? ഞാനുണ്ടാവും. ആ പിന്നെ നമ്മുടെ MLAയുടെ പ്രോഗ്രാം എന്തായി? തുടങ്ങാൻ വൈകിയോ? ഇപ്പൊ ദേവിയെ പ്രസംഗിക്കുകയാണോ അതോ ആണോ? ശരി, ഇല്ലില്ല, വെറുതെ ചോദിച്ചാ. ആ എന്താ സർ? മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു. ദേവിക പോയിട്ട് ഒരുപാട് നേരമായെന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഇനിയിപ്പോ VIP ഒന്നും കാത്തിരിക്കണ്ടല്ലോ, അവള് വരില്ല. ഇല്ല മോളെ, ദേവിക വരാതിരിക്കില്ല. അമ്മേ, എനിക്ക് BP കൂടുന്നുണ്ടേ. അവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നേ. ഇപ്പൊ തന്നെ അച്ഛൻ 3 ചായ കുടിച്ചു. അച്ഛന് വിശന്നു തുടങ്ങി അല്ലേ അച്ഛാ? ഏയ് അങ്ങനെയൊന്നുമില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശന്നിരിക്കണ്ട. അപ്പോഴേക്കും ദേവി വരികയും ചെയ്യും. എന്നാ നിങ്ങൾ വാ, നമുക്ക് കഴിക്കാം. സ്വന്തം അനിയനെയും നാത്തൂനും ഒപ്പം ഇരുത്തി ആഹാരം കഴിക്കാൻ എനിക്ക് വിധിയില്ല. അത്രേ ഉള്ളൂ. ഞാൻ ദേവിക ഒന്ന് വിളിച്ചു നോക്കാം. ഇനി വിളിക്കണ്ട. അവക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ പ്രഭേ. സർ വരൂ. അച്ഛൻ വാ.